അപ്പൊ എന്താണ് ഇതിനെ കുറ്റം എന്താണ്? എന്ത് പ്രതിയാണിത്? എന്ത് കുറ്റം ഇതിനുള്ളത്? എന്താ കുറ്റം? രണ്ടുപേർ പരസ്പര സമ്മതത്തോടെ ബന്ധപ്പെടുന്നു. എന്ത് കുറ്റം സംഭവിച്ചു എന്നാ പറയാനേ? അതുകൊണ്ട് പരാതിയുടെ ഡീറ്റെയിൽസ് വരട്ടെ തീർച്ചയായിട്ടും. അപ്പോ അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി നേരിടും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി എന്ത് പരാതിയാണ് കൊടുത്തത്? പീഡനമാണോ? എന്ത് പരാതിയാണ്? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണോ? ആ പരാതി എന്താണ് എന്ന് വളരെ പ്രധാനത്തോടെ അറിയണ്ടേ? ആ പരാതി എന്താണ് എന്ന് ആദ്യമേ നമ്മൾ അറിയണം. അതിനുശേഷം മാത്രമാണ് ഒരു പ്രതികരണം പോസിബിൾ ആകുക. ഇനി പരസ്പര സമ്മതത്തോടെ ബന്ധപ്പെട്ടതിന് ശേഷം പയ്യനെ മാത്രം കുറ്റം പറയുന്നതിൽ എന്തർത്ഥമാണ്? ഈ പെൺകുട്ടി ആരെങ്കിലും റേപ്പ് ചെയ്തതാണോ? ഈ പെൺകുട്ടി ആരെങ്കിലും പീഡിപ്പിച്ചതാണോ? പിന്നെ ഇത് ഏറ്റവും ബഹുമാനത്തോടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരെയും വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനും അല്ല. പക്ഷെ ഓൾറെഡി കല്യാണം കഴിച്ചൊരു കുട്ടിയെ വീണ്ടും എങ്ങനെയാണ് മറ്റൊരാൾ കല്യാണം കഴിക്കുക? ആ പെൺകുട്ടി ഓൾറെഡി മാരീഡ് ആണ്. ആ പെൺകുട്ടിയെ ആ കല്യാണം അടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നാണ് ആൾക്കാർ പറയുന്നത്. ആ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിയും? അതുകൊണ്ട് എന്താണ് ആ പരാതി എന്ന് അറിയേണ്ടത് വളരെ പ്രധാനമാണ്. സാർ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് സത്യം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒളിവിൽ പോയി എന്നുള്ളൊരു സംഭവം പുറത്തു വരുന്നത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാനില്ല എന്നുള്ളതാണ് വാർത്ത. കാണാനില്ലെന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ? എനിക്കറിയില്ല. ഞാൻ 10 മിനിറ്റ് കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചു. ആരാണ് കാണാനില്ലെന്ന് പറഞ്ഞത്? ഏത് ചാനലില്ല? ഞാൻ കണ്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ കാണാനില്ലാതാകുന്നത്? മാധ്യമങ്ങളോട് സംസാരിക്കാനും അതുപോലെ തന്നെ മുന്നിൽ വരാനും ഇന്നൊരു ഭയം. അദ്ദേഹം ഓൾറെഡി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടല്ലോ. അദ്ദേഹം നിയമപരമായി നേരിടുമെന്ന് ശക്തമായി തന്നെ അദ്ദേഹം പോസ്റ്റ് ഇട്ടല്ലോ. എന്താണ് മറയ്ക്കാനുള്ളത് പുള്ളിക്ക്? അത് ശരിക്കും ഒരു മുഖമറയാണോ എന്നാണ് പറയുന്നത്. പോലും വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹത്തിന് നേരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം എത്രയോ വിമർശനങ്ങളെ കേട്ട ആളാണ്. അതൊന്നും അദ്ദേഹം തളരില്ല. പക്ഷെ എന്റെ ഏക ചോദ്യം, എങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ പരാതി എന്താ? എനിക്കറിയില്ല, താങ്കൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞത് നല്ലതാ. പീഡിപ്പിച്ചു എന്നാണോ? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണോ? എന്താ പെൺകുട്ടിയുടെ പരാതി? നമുക്ക് അത്തരം കാര്യങ്ങൾ അറിയില്ല. ഇത് ഇലക്ഷന് വേണ്ടി കാണിക്കുന്ന മറ്റൊരു സ്റ്റണ്ട് അല്ലേ എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? അത് നമുക്ക് ആ ഒരു ഇലക്ഷൻ സമയമാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായേക്കാം, പീഡന ആരോപണങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇത് നേരത്തെ വന്നതാണ്. അതുപോലെ തന്നെ പലരും ഇതുപോലെ തന്നെ ആരോപണങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു പെൺകുട്ടിക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകേണ്ട ഒരു ആവശ്യം ഇന്നുണ്ടോ? അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഏറ്റവും ബഹുമാനത്തോടെ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഓൾറെഡി കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ വേറൊരാൾ, അതായത് ഓൾറെഡി മറ്റൊരാളുമായിട്ട് 2024 ഓഗസ്റ്റ് 22 മാരീഡ് ആയ ഒരു കുട്ടിയെ പിന്നീട് എങ്ങനെയാണ് വേറൊരാൾ കല്യാണം കഴിക്കാൻ പറ്റുക? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമല്ലേ? കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് 22 അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ കല്യാണം കഴിച്ചൊരു കുട്ടിയെ എങ്ങനെയാണ് അടുത്ത വർഷം, ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് ഡിവോഴ്സ് ആകാതെ വേറൊരാൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുക? 2, മാരേജ് അടക്കമുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി, അതായത് ഓൾറെഡി താൻ മാരീഡ് ആണെന്നുള്ള കാര്യം അടക്കം മറച്ചു വെക്കുകയും ഈ ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ പെൺകുട്ടിക്ക് ഒരു കുറ്റകരമായ കാര്യമല്ലേ ചെയ്തത്? വെറുതെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. സാർ, അത്തരത്തിൽ പറയുകയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഒരു പെൺകുട്ടി കളിക്കുന്നു തോന്നുന്നുണ്ടോ? അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡ് അല്ലേ? ആ പെൺകുട്ടി ഈ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ 2 പുരുഷന്മാരുടെ ജീവിതമാണ്. ഒന്ന്, ആ പെൺകുട്ടി കല്യാണം കഴിച്ച വ്യക്തി. 2, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ 2 പേരുടെയും ജീവിതത്തിന് തകർച്ചയ്ക്ക് കാരണക്കാരി, അല്ലെങ്കിൽ ആ 2 പേരുടെയും ജീവിതത്തിന് ബുദ്ധിമുട്ടിന് കാരണക്കാരി ഈ പെൺകുട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്നാ പെൺകുട്ടി പറയുന്നത്? ഈ പെൺകുട്ടി എന്ത് ചെയ്തു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്? പീഡിപ്പിച്ചതാണോ? പരസ്പര സമ്മതത്തോടെ അല്ലേ അവർ ബന്ധപ്പെട്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ ഉത്തരവാദിത്തം? 2, ഈ പെൺകുട്ടി ഓൾറെഡി കല്യാണം കഴിച്ചതല്ലേ? അത് മറച്ചു വെച്ചത് എന്തിനാണ്? ആരാന്നൊക്കെ എനിക്കറിയാൻ കേട്ടോ. ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ്. അത് പറയേണ്ട എന്ന് വിചാരിച്ച് മാത്രം പറയുന്ന മനസ്സിലായി കാണുമല്ലോ. താങ്കൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിവ് കാണും. മാധ്യമരംഗത്തടക്കം പ്രവർത്തിക്കുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ അഡ്വക്കേറ്റ് ദീപ ഒക്കെ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാനായിട്ട് അത് പറയുന്നില്ല. ഇനി ഞാൻ സ്ത്രീവിരുദ്ധനാകേണ്ടത് വിചാരിച്ച് ഞാനായിട്ടത് പറയുന്നില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചാൽ മതി. അപ്പൊ ആ ഓഡിയോ സന്ദേശം ഒന്നും ഇവരുടെ അല്ലാന്നാണോ പറയുന്നത്? ഓഡിയോ സന്ദേശം ഇവരുടെ അല്ലെന്നല്ലോ. ഓഡിയോ സന്ദേശം ഇവരുടെ ആണ്. അതിലവർ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കുഞ്ഞും അടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ തെറ്റലുണ്ടായി. അയാളുടെ ബ്രേക്കപ്പിനെ നമ്മൾ എന്തിനാ ഇത്ര വലിയ കാര്യമാക്കുന്നു? ആ പയ്യനും ആ പെൺകുട്ടിയും തമ്മിൽ ബ്രേക്കപ്പായി. നമ്മൾ ഇതിനെന്താ പറയുന്നത്? ഇതിൽ എന്ത് തെറ്റ്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ പരാതി നൽകിയെന്നൊക്കെ വലിയ വാർത്ത വന്നല്ലോ. എന്താ പരാതി? എന്ത് ചെയ്തു എന്നാ പരാതി? എന്ത് ചെയ്തു എന്നാ പരാതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ചെയ്തു എന്നാ പരാതി? റേപ്പ് ചെയ്തുന്നോ? രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തു? അപ്പൊ കുട്ടിക്ക് അഭിപ്രായം ഉണ്ടോ? ഒരുമിച്ച് കുഞ്ഞിന് ട്രൈ ചെയ്യുന്ന 2 പേർ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ സത്യം തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യൂ. നല്ല രീതിയിൽ ട്വിസ്റ്റ് ഉണ്ടാകും.
ഇപ്പോ അദ്ദേഹം പറയുന്നുണ്ട് മാധ്യമങ്ങളോട് അന്വേഷണം നടക്കുകയാണ്, അപ്പൊ അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു നിയമ നടപടി അങ്ങനെ തന്നെ പോട്ടെ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ തന്നെയല്ലേ ഓരോ പ്രതികളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ കുറ്റം എന്താണ്? എന്ത് പ്രതിയാണിത്? എന്ത് കുറ്റം ഇതിലുള്ളത്? എന്താ കുറ്റം? രണ്ടു പേർ പരസ്പര സമ്മതത്തോടെ ബന്ധപ്പെടുന്നുവോ? എന്ത് കുറ്റം സംഭവിച്ചു എന്നാ പറയാനേ? അതുകൊണ്ട് പരാതിയുടെ ഡീറ്റെയിൽസ് വരട്ടെ തീർച്ചയായിട്ടും. അപ്പോ അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി നേരിടും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുമുണ്ട്.